നമസ്കാരം. കാലത്തിന്റെ കുത്തൊഴുക്കിൽ സാമ്രാജ്യങ്ങൾ തകരുകയും രാജവംശങ്ങൾ മണ്ണടിയുകയും ചെയ്തപ്പോഴും ചില തത്വങ്ങൾ മാത്രം സൂര്യനെപ്പോലെ ശോഭയോടെ നിലനിൽക്കുന്നു. എന്തെന്നാൽ അവ മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവത്തിലും പ്രപഞ്ചത്തിന്റെ മാറ്റമില്ലാത്ത നിയമങ്ങളിലും വേരൂന്നിയവയാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ദാരിദ്ര്യത്തിന്റെ നിഴലിനെ മായ്ച്ചുകളയാനും സാമ്പത്തിക അഭിവൃദ്ധിയുടെ പ്രകാശം നിറയ്ക്കാനും സഹായിക്കുന്ന അറിവിന്റെ മണിദീപവുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. പലരും കരുതുന്നത് ഭാഗ്യമാണ് സമ്പത്തിന്റെ അടിസ്ഥാനമെന്നാണ്. എന്നാൽ ഞാൻ പറയുന്നു, ദൈവം വിഗ്രഹങ്ങളിലല്ല വസിക്കുന്നത്. നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളുടെ ദൈവം. നിങ്ങളുടെ ആത്മാവാണ് നിങ്ങളുടെ ക്ഷേത്രം. നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ ശില്പി നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ സങ്കീർണതകളിൽ നിങ്ങൾ വഴിമുട്ടി നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്തു നിന്നുള്ള ഈ ജ്ഞാനം നിങ്ങൾക്കൊരു വഴികാട്ടിയാകും. ഓർക്കുക, ഭൂതകാലത്തിൽ നിന്ന് പഠിക്കാത്തവർ അതേ പെറ്റുകൾ ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. വരൂ, ദാരിദ്ര്യമെന്ന ചിന്തയെ വേരോടെ പിഴുതെറിഞ്ഞ് സമ്പന്നമായൊരു ജീവിതത്തിന് അടിത്തറവാകാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഒന്നാമത്തെ ഉപദേശം: വരുമാനത്തിന്റെ ഉറവിടങ്ങൾ വർദ്ധിപ്പിക്കുക. ആചാര്യ ചാണക്യൻ പറയുന്നു, ഒറ്റ ചക്രം കൊണ്ട് രഥമോടില്ല, അതുപോലെ ഒറ്റ വരുമാനമാർഗം കൊണ്ട് ജീവിതം സുരക്ഷിതമാകില്ല. സമ്പത്തിലേക്കുള്ള ആദ്യത്തെയും പ്രധാനവുമായ പടി നിങ്ങളുടെ നിലവിലുള്ള വരുമാനത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ പുതിയ വരുമാന സ്രോതസ്സുകൾ നിരന്തരം കണ്ടെത്തുക എന്നതാണ്. ഒരു കിണറ്റിൽ നിന്ന് മാത്രം വെള്ളം കോരുന്നവൻ ആ കിണർ വറ്റുമ്പോൾ ദാഹിച്ചു വലയും. എന്നാൽ പല അരുവികളിൽ നിന്നും ജലം ശേഖരിക്കുന്നവന് ഒരിക്കലും ദാഹിക്കേണ്ടി വരില്ല. ഇതാണ് സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ അടിസ്ഥാന നിയമം. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ടാവാം. ആ ജോലിയിൽ പൂർണ്ണമായും ശ്രദ്ധിക്കുക, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നൽകുക. ചെയ്യുന്ന കർമ്മത്തിൽ ശ്രദ്ധയില്ലാത്തവന് വിജയവും വിദൂരമായിരിക്കും. നിങ്ങളുടെ ജോലിയിലെ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിലൂടെ സ്ഥാനക്കയറ്റമോ ശമ്പളവർദ്ധനവോ നേടാൻ ശ്രമിക്കുക. എന്നാൽ അവിടെ നിർത്തരുത്. നിങ്ങളുടെ ഒഴിവു സമയങ്ങളെ എങ്ങനെ വരുമാനമാക്കി മാറ്റാമെന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് എഴുതാൻ കഴിവുണ്ടോ, ചിത്രരചനയിൽ താൽപ്പര്യമുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഇഷ്ടമാണോ? ഈ കഴിവുകളെല്ലാം ചെറിയ വരുമാനമാർഗങ്ങളാക്കി മാറ്റാവുന്നതാണ്. ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന നിരവധി ജോലികളുണ്ട്. ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ എന്നത് ഒരാഡംബരമല്ല, മറിച്ച് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ആവശ്യകതയാണ്. ഇത് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കും. സ്വയം വിലയിരുത്തുക. നിങ്ങളുടെ കഴിവുകൾ, താൽപ്പര്യങ്ങൾ, വിജ്ഞാനം എന്നിവയുടെ ഒരു പട്ടിക തയ്യാറാക്കുക. അവയിൽ ഏതാണ് ഒരു ചെറിയ വരുമാനമാർഗമാക്കി മാറ്റാൻ കഴിയുക എന്ന് ചിന്തിക്കുക. ചെറിയ തുടക്കം. തുടക്കത്തിൽ വലിയ ലാഭം പ്രതീക്ഷിക്കരുത്. ഒരു പഴയ ഭാരതീയ ചൊല്ലുണ്ട്, മരം നട്ടാൽ നാളെ തന്നെ ഫലം കിട്ടില്ല. ക്ഷമയോടെ ചെറിയ ചുവടുകൾ വെച്ച് മുന്നോട്ടു പോകുക. നിങ്ങളുടെ പ്രധാന വരുമാനത്തെ ബാധിക്കാത്ത രീതിയിൽ പതുക്കെ പടുത്തുയർത്തുക. അറിവ് നേടുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മേഖലയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക. അറിവില്ലാതെ ഒരു കാര്യത്തിനിറങ്ങി പുറപ്പെടുന്നത് ആയുധമില്ലാതെ യുദ്ധത്തിനു പോകുന്നതിന് തുല്യമാണ്. ഓർക്കുക, ലക്ഷ്മീദേവി പരിശ്രമിക്കുന്നവന്റെ കൂടെയേ നിൽക്കൂ. അലസത ദാരിദ്ര്യത്തിന്റെ ഉറ്റമിത്രമാണ്. രണ്ടാമത്തെ ഉപദേശം: വ്യയനിയന്ത്രണം അഥവാ ചെലവുകളുടെ മേലുള്ള അധികാരം. ആചാര്യ ചാണക്യൻ പറയുന്നു, വരവിനനുസരിച്ച് ചെലവു ചെയ്യുന്നവൻ പണ്ഡിതൻ, കടം വാങ്ങി ആഡംബരം കാണിക്കുന്നവൻ മൂഢൻ. ധനം സമ്പാദിക്കുന്നത് എത്രത്തോളം പ്രധാനമാണോ അത്രതന്നെ പ്രധാനമാണ് സമ്പാദിച്ചത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതും. ഒരു വലിയ പാത്രത്തിൽ ധാരാളം സുഷിരങ്ങളുണ്ടെങ്കിൽ എത്ര വെള്ളം കോരിയൊഴിച്ചാലും അത് നിറയില്ല. അതുപോലെയാണ് നിങ്ങളുടെ ജീവിതവും. എത്രയധികം സമ്പാദിച്ചാലും ചിലവുകൾക്ക് നിയന്ത്രണമില്ലെങ്കിൽ നിങ്ങൾ എന്നും ദരിദ്രനായിരിക്കും. നിങ്ങളുടെ ചിലവുകളെ രണ്ടായി തിരിക്കുക: ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ. അന്നം, വസ്ത്രം, പാർപ്പിടം എന്നിവ അടിസ്ഥാന ആവശ്യങ്ങളാണ്. എന്നാൽ വില കൂടിയ ഫോണുകൾ, ആഡംബര വാഹനങ്ങൾ, അടിക്കടിയുള്ള ഹോട്ടൽ ഭക്ഷണം എന്നിവയെല്ലാം ആഗ്രഹങ്ങളുടെ പട്ടികയിലാണ് വരുന്നത്. അത്യാഗ്രഹം ആപത്താണ് എന്ന് ബുദ്ധിമാന്മാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, എന്നാൽ ആഗ്രഹങ്ങളുടെ പുറകെ പാഞ്ഞ് കടക്കെണിയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചിലവ് നിയന്ത്രിക്കുക എന്നതിനർത്ഥം പിശുക്കനായി ജീവിക്കുക എന്നല്ല, മറിച്ച് വിവേകത്തോടെ പണം കൈകാര്യം ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ പണത്തിന്റെ യജമാനൻ നിങ്ങളായിരിക്കണം. പണം നിങ്ങളുടെ യജമാനനാകരുത്. ഓരോ മാസവും നിങ്ങളുടെ പണം എവിടേക്കാണ് പോകുന്നതെന്ന് കൃത്യമായി എഴുതിവെക്കുക. ഇത് നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ചിത്രം നൽകും.
മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഓരോ കാര്യത്തിനും എത്ര പണം ചിലവഴിക്കും എന്നൊരു പദ്ധതി തയ്യാറാക്കുക. ഈ പദ്ധതിക്കനുസരിച്ചു മാത്രം മുന്നോട്ടു പോകുക. ദിവസവും പുറത്തുനിന്ന് ചായ കുടിക്കുന്ന ശീലം ഒഴിവാക്കിയാൽ മാസം എത്ര രൂപ ലാഭിക്കാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുക. ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ വർഷാവസാനം വലിയൊരു സംഖ്യയായി മാറും. തുള്ളിപ്പെരുവെള്ളം എന്ന പഴഞ്ചൊല്ല് ഇവിടെ വളരെ പ്രസക്തമാണ്. മൂന്നാമത്തെ ഉപദേശം, സമ്പാദ്യശീലം. ആചാര്യ ചാണക്യൻ പറയുന്നു, ആപത്കാലത്തേക്ക് ധനം സൂക്ഷിക്കണം, ധനം കൊണ്ട് ധർമ്മപത്നിയെ സംരക്ഷിക്കണം, എന്നാൽ അതിനേക്കാളുപരി ആത്മാവിനെ എപ്പോഴും സംരക്ഷിക്കണം. വരുമാനം വർദ്ധിപ്പിച്ചു, ചിലവുകൾ നിയന്ത്രിച്ചു. ഇനി അടുത്ത പടി മിച്ചം വരുന്ന തുക സമ്പാദിക്കുക എന്നതാണ്. സമ്പാദ്യമെന്നത് നിങ്ങളുടെ ഭാവിയുടെ സുരക്ഷാ കവചമാണ്. അപ്രതീക്ഷിതമായി വരുന്ന രോഗങ്ങൾക്കോ തൊഴിൽ നഷ്ടത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതിസന്ധിക്കോ മുന്നിൽ പകച്ചു നിൽക്കാതിരിക്കാൻ ഈ സമ്പാദ്യം നിങ്ങളെ സഹായിക്കും. സമ്പാദിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റണം. മാസശമ്പളം ലഭിക്കുമ്പോൾ തന്നെ ഒരു നിശ്ചിത ശതമാനം, കുറഞ്ഞത് 10-20% സമ്പാദ്യത്തിനായി മാറ്റിവെക്കുക. അതിനുശേഷം ബാക്കിയുള്ള തുക കൊണ്ടുവേണം ചിലവുകൾ നടത്താൻ. പലരും ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. ചിലവുകളെല്ലാം കഴിഞ്ഞു മിച്ചം വന്നാൽ സമ്പാദിക്കാം എന്ന് കരുതും. എന്നാൽ മിക്കപ്പോഴും ഒന്നും മിച്ചം വരാറില്ല. ഇതാണ് ദാരിദ്ര്യത്തിലേക്കുള്ള വഴി. സമ്പാദ്യം നിങ്ങളുടെ ഭാവിക്കുള്ള കത്താണ്. അത് നിങ്ങൾ ഇന്ന് തന്നെ എഴുതി തുടങ്ങണം. സമ്പാദ്യ ലക്ഷ്യങ്ങൾ. എന്തിനാണ് നിങ്ങൾ സമ്പാദിക്കുന്നത് എന്നതിന് വ്യക്തമായ ലക്ഷ്യങ്ങൾ വയ്ക്കുക. ഒരു വീട് വാങ്ങാൻ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, നിങ്ങളുടെ വിറയിബൽ കാലത്തേക്ക് എന്നിങ്ങനെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നത് നിങ്ങൾക്ക് പ്രചോദനം നൽകും. ഓട്ടോമേറ്റഡ് സമ്പാദനം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എല്ലാ മാസവും ഒരു നിശ്ചിത തീയതിയിൽ സമ്പാദ്യ അക്കൗണ്ടിലേക്ക് പണം മാറാൻ നിർദ്ദേശം നൽകുക. ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രയത്നവും കൂടാതെ സമ്പാദ്യം ഉറപ്പാക്കും. ആപത്കാല നിധി. കുറഞ്ഞത് 6 മാസത്തെ നിങ്ങളുടെ ജീവിത ചിലവിന് തുല്യമായ ഒരു തുക എളുപ്പത്തിൽ പിൻവലിക്കാൻ കഴിയുന്ന ഒരു അക്കൗണ്ടിൽ സൂക്ഷിക്കുക. ഇത് അടിയന്തര സാഹചര്യങ്ങളിൽ കടം വാങ്ങുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. ഓർക്കുക, പ്രയത്നിച്ച് സമ്പാദിച്ച ധനം വിവേകമില്ലാതെ നശിപ്പിക്കുന്നത് കുലത്തിന്റെ നാശത്തിന് കാരണമാകും. നിങ്ങളുടെ വിയർപ്പിന്റെ വില നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. നാലാമത്തെ ഉപദേശം, വിവേകപൂർണമായ നിക്ഷേപം. ആചാര്യ ചാണക്യൻ പറയുന്നു, ചലനമില്ലാതെ കെട്ടിക്കിടക്കുന്ന ജലം മലിനമാകുന്നതുപോലെ നിക്ഷേപിക്കാതെ വെറുതെയിരിക്കുന്ന പണം അതിന്റെ മൂല്യം നഷ്ടപ്പെടുത്തുന്നു. പണം വെറുതെ അലമാരയിലോ ബാങ്ക് അക്കൗണ്ടിലോ സൂക്ഷിക്കുന്നത് ബുദ്ധിയല്ല. പണപ്പെരുപ്പമെന്ന അദൃശ്യനായ കള്ളൻ ദിനംപ്രതി അതിന്റെ മൂല്യം കുറച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സമ്പാദ്യത്തെ നിങ്ങൾക്കായി ജോലി ചെയ്യാൻ പഠിപ്പിക്കണം. അതാണ് നിക്ഷേപം. നിക്ഷേപമെന്നാൽ നിങ്ങളുടെ പണം ഉപയോഗിച്ച് കൂടുതൽ പണമുണ്ടാക്കുന്ന പ്രക്രിയയാണ്. ഒരു കർഷകൻ നല്ല വിത്ത് തിരഞ്ഞെടുത്തു പാടത്ത് വിതയ്ക്കുന്നതുപോലെ നിങ്ങൾ മികച്ച നിക്ഷേപ മാർഗങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ പണം അവിടെ നിക്ഷേപിക്കണം. കാലക്രമേണ ആ വിത്ത് വളർന്ന് വലിയ വിളവ് തരുന്നതുപോലെ നിങ്ങളുടെ നിക്ഷേപവും വളരും. ക്ഷമയോടെ കാത്തിരിക്കുന്നവന് ഫലം നിശ്ചയം. നിക്ഷേപമെന്നത് ധനികർക്കു മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ചെറിയ തുകയിൽ നിന്ന് ആർക്കും തുടങ്ങാവുന്ന ഒന്നാണിത്. വിവേകപൂർണമായ നിക്ഷേപമാണ് സാധാരണക്കാരനെ സമ്പന്നനാക്കി മാറ്റുന്ന പ്രധാന ഘടകം. അറിവ് ശക്തിയാണ്. നിക്ഷേപത്തെക്കുറിച്ച് ഒന്നും അറിയാതെ എടുത്തുചാടരുത്. ഓഹരി വിപണി, മ്യൂച്വൽ ഫണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ്, സ്വർണം തുടങ്ങിയ വിവിധ നിക്ഷേപ മാർഗങ്ങളെക്കുറിച്ച് പഠിക്കുക. ആവശ്യമെങ്കിൽ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ സഹായം തേടുക. അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ ശത്രു. വൈവിധ്യവൽക്കരണം. നിങ്ങളുടെ എല്ലാ പണവും ഒരേ സ്ഥലത്ത് നിക്ഷേപിക്കരുത്. എല്ലാ മുട്ടകളും ഒരേ കുട്ടയിൽ വെക്കരുത് എന്ന ചൊല്ല് കേട്ടിട്ടില്ലേ? നഷ്ടസാധ്യത കുറയ്ക്കാൻ നിങ്ങളുടെ നിക്ഷേപങ്ങളെ പല മേഖലകളിലായി വിഭജിക്കുക. ദീർഘകാല കാഴ്ചപ്പാട്. നിക്ഷേപങ്ങളിൽ നിന്ന് പെട്ടെന്ന് ലാഭം പ്രതീക്ഷിക്കരുത്. അതൊരു ചൂതാട്ടമാണ്. ക്ഷമയോടെ ദീർഘകാലത്തേക്ക് നിക്ഷേപം തുടരുക. കൂട്ടുപലിശയുടെ ശക്തി കാലക്രമേണ നിങ്ങളുടെ ചെറിയ നിക്ഷേപങ്ങളെപ്പോലും വലിയ സമ്പത്താക്കി മാറ്റും. അഞ്ചാമത്തെ ഉപദേശം, സാമ്പത്തിക ജ്ഞാനം നേടുക. ആചാര്യ ചാണക്യൻ പറയുന്നു, വിദ്യാധനം സർവധനാൽ പ്രധാനം. അറിവുള്ളവന് ലോകം തന്നെ അവന്റെ കാൽക്കീഴിലാക്കാം. ഈ പറഞ്ഞ 4 തത്വങ്ങളും ശരിയായി പ്രാവർത്തികമാക്കണമെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായ അറിവ് അനിവാര്യമാണ്. ധനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പലരെയും ദാരിദ്ര്യത്തിൽ തളച്ചിടുന്നത്. പണം എങ്ങനെ പ്രവർത്തിക്കുന്നു? നികുതികൾ എങ്ങനെയാണ്? പുതിയ സാമ്പത്തിക നയങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ മികച്ച നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കാം എന്നതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. അറിവ് നേടുക എന്നത് ഒരു നിരന്തര പ്രക്രിയയാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം സാമ്പത്തിക ലോകവും. ഇന്നലെ ശരിയായിരുന്നത് ഒരുപക്ഷേ ഇന്ന് ശരിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അറിവ് നേടാനുള്ള നിങ്ങളുടെ ദാഹം ഒരിക്കലും അവസാനിക്കരുത്.
പുസ്തകങ്ങൾ വായിക്കുക, സാമ്പത്തിക വാർത്തകൾ ശ്രദ്ധിക്കുക, ഈ വിഷയത്തിലെ വിദഗ്ധർ സംസാരിക്കുന്നത് കേൾക്കുക. വിവരമുള്ള ശത്രു വിവരമില്ലാത്ത മിത്രത്തേക്കാൾ നല്ലതാണ്. അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ അറിവു നേടുന്നത് നിങ്ങളെ തെറ്റായ ഉപദേശങ്ങളിൽ നിന്നും ചതിക്കുഴികളിൽ നിന്നും സംരക്ഷിക്കും. വായനാശീലം. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, ബ്ലോഗുകൾ എന്നിവ വായിക്കാൻ സമയം കണ്ടെത്തുക. ചർച്ചകൾ. സമാന ചിന്താഗതിയുള്ളവരുമായി സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഇത് പുതിയ ആശയങ്ങൾ ലഭിക്കാൻ സഹായിക്കും. വിദഗ്ധാഭിപ്രായം. വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപ് ഒരു വിദഗ്ധന്റെ ഉപദേശം തേടുന്നത് എപ്പോഴും നല്ലതാണ്. ജ്ഞാനം നേടുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തിയിൽ തന്നെയാണ് നിക്ഷേപം നടത്തുന്നത്. അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഭാവിയുടെ ശില്പി നിങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുമായി പങ്കുവച്ച ഈ 5 തത്വങ്ങൾ കേവലം വാക്കുകളല്ല, മറിച്ച് തലമുറകൾ പരീക്ഷിച്ചു വിജയിച്ച ജീവിത രീതികളാണ്. വരുമാനം വർദ്ധിപ്പിക്കുക, ചെലവ് നിയന്ത്രിക്കുക, സമ്പാദിക്കുക, നിക്ഷേപിക്കുക, എല്ലാറ്റിനുമുപരി അറിവ് നേടുക. ഈ പഞ്ചതന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ ദാരിദ്ര്യം എന്ന അവസ്ഥ ഒരു വിദൂര ഓർമ്മ മാത്രമായി മാറും. ഓർക്കുക, പരിശ്രമമാണ് ഭാഗ്യത്തിന്റെ പിതാവ്. നിങ്ങളുടെ ഇന്നത്തെ പ്രവൃത്തികളാണ് നിങ്ങളുടെ നാളത്തെ ഭാവി തീരുമാനിക്കുന്നത്. ചാണക്യനീതിയുടെ ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിക്കുന്ന ഓരോരുത്തർക്കും അഭിവൃദ്ധിയുടെയും സമ്പത്തിന്റെയും കവാടങ്ങൾ തുറക്കപ്പെടും. ഈ ജ്ഞാനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം ചൊരിയട്ടെ. കൂടുതൽ അറിയാനും പഠിക്കാനും ശ്രമിക്കുക. അർത്ഥശാസ്ത്രം ഇന്നും പ്രസക്തമായൊരു വഴികാട്ടിയാണ്. നന്ദി. ശുഭം ഭവതു.